അഭിജാതരുടെ ക്രൗര്യത്തിനും ഉഷ്ണരാഷ്ട്രങ്ങൾക്കും മീതെ നിന്ദിതരായ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ ഹൃദയവിസ്ഫോടനമായി വേടന്റെ കലയും കവിതയും പാട്ടും പറയലും ഇനിയും പെയ്തു വീഴുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പശ്ചിമസാഗരത്തെ ഈ മഹാജനസഞ്ചയത്തെ സാക്ഷിയാക്കി പ്രഥമ പ്രിയദർശിനി പുരസ്കാരം സ്വാഭിമാനം സാധനം വേടന് സമർപ്പിക്കുന്നു. ടി എൻ പ്രതാപൻ, മുൻ MP പ്രസിഡന്റ്, പ്രിയദർശിനി സ്മാരക സമിതി, സ്നേഹതീരം ത്രൈക്കുളം. വേടനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാവീരയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും ബാബാ സാഹേബും മഹാത്മാ ഫൂലെയും തുടങ്ങി ആസാദും രാഷ്ട്രീയം പറയുന്ന വേടന് കിരൺദാസ് മുരളിക്ക് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം ഷാഫി പറമ്പിൽ MP സമ്മാനിക്കുന്നു. ശ്രീ ടി എൻ പ്രതാപൻ, CC മുകുന്ദൻ പ്രശസ്തി പത്രം സമ്മാനിക്കുന്നു. ഷാഫി പറമ്പിൽ MP, ശ്രീ ടി എൻ പ്രതാപൻ, CC മുകുന്ദൻ MLA. വേടൻ നമ്മോട് സംസാരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. വണക്കം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നീ വേദിയില് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇവിടെ ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വാദിവെന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട എന്നെ വിളിക്കുന്നു. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടാകുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ പ്രധാനപ്പെട്ട അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് എല്ലാവരുടെയും പറഞ്ഞ നമ്മൾ രണ്ടാമത് മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയാണ്. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പോക്കുവയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ള ഒരു രീതിയില് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടുന്നത്, ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്കിതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രധാനപ്പെട്ട ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് വരെ പൊളിക്കാനുണ്ട്. ഇവിടെ ഞാൻ പൊളിച്ചോട്ടെയായിരുന്നു. അപ്പോൾ ഇത്ര വലിയ രീതിയില് ഇന്ന് പ്രിയദർശിനി ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളോട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട പിറന്നാൾ കൂടിയാണ്. ഞാനിന്ന് കാലത്താണ് എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു. ഭയങ്കര ദ്രോഹമായി പോയത്. ഇന്ന് കേട്ടില്ല, ഇല്ല അധികം വയസ്സായില്ല, 10-25 വയസ്സായിട്ടൊന്ന് പറയണത്. എല്ലാവർക്കും അറിയാൻ പ്രധാനപ്പെട്ട ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രധാനപ്പെട്ട എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപേട്ട കണ്ടിട്ടുള്ളത്. അപ്പൊ പ്രതാപേട്ട ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും മനോഹരമായിട്ട് ഇത്ര സന്തോഷമുള്ളതാക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിൽ വന്നതിലും ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്താ പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ പ്രധാനപ്പെട്ട തന്നെ വാക്ക് തന്നിരിക്കുന്നു. അടുത്ത മാസത്തിൽ ഇതൊരു 10,000 പുസ്തക മാത്രം ശേഖരമുള്ള ഒരു വലിയ പുസ്തകശാലയിൽ മാറുമെന്ന് അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. നന്ദി. ഞാൻ പറയുന്ന ആളല്ല, പാട്ടുകാരനാണ്. ഞാൻ എൻ്റെ പാട്ട് പാടിയിട്ട് പൊക്കോളാം. എന്തായാലും
കടലിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോ കടലിനെ നമ്മളതിനേക്കാളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരു മനുഷ്യനെ കൂടിയാണ് പ്രധാനപ്പെട്ടത്. അറിയാലോ നമുക്ക് എല്ലാവർക്കും. അപ്പൊ ഞാൻ കടലിനെ കുറിച്ച് തന്നെ ഒരു പാട്ട് പാടാം. റെഡിയല്ലേ? മ്യൂസിക് ഒന്നുമില്ലടാ, വെറുതെ പാടാനുണ്ടോ നമ്മളെ. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരല്ലമ്മ വളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരല്ലമ്മ വളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പുകാട്ടിൽ മീന് മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റുകൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ. അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ, അവൻ തന്നെ മന്നൻ ഇനി നായകനോ. ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ, കട്ടുമരക്കാരനോ പെരുങ്കടക്കാരനോ. താങ്ക് യു. ഒരുപാട് സന്തോഷമുള്ള മക്കളെ ഇങ്ങനത്തെ ഒരു വലിയ വേദിയിൽ വരാൻ പറ്റിയത്. വേണോ ഏത് പാട്ട് പാടാം മക്കളെ? ഏത് പാട്ട് പാടണം? തലപ്പാവിന്റെ പാട്ടോ? അതാ ഈണമില്ലാതെ പാടാൻ പറ്റില്ല. ഞാൻ ആ വരി മാത്രം പറഞ്ഞോളാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ്, ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ്, ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറിപ്പായപ്പോൾ എന്റെ തലപ്പാവിനെന്ത് തിളക്കം, എന്റെ തലപ്പാവിനെന്ത് തിളക്കം. എല്ലാവർക്കും അറിയാലോ ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് വരുന്നതെന്ന്. അറിയോ? ആർക്കെങ്കിലും അയ്യങ്കാളിയാണ്. പിള്ളേർക്കൊക്കെ അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ പയ്യ രീതിയിൽ പറഞ്ഞുതരാം അയാൾ ആരാണെന്ന്.